കിടക്കുമ്പോൾ സുധീഷ് വയ്ക്കും, എന്ത് ധൈര്യത്തിലാണ് ഇയാൾ എന്നെ ഈ അകത്ത് കയറ്റി കിടത്തിയത്. വീട്ടിലാണെങ്കിൽ ഞാൻ വാതിലിൻ്റെ അടുത്തൂടെ പോയാൽ തന്നെ സുഭാഷ് ഏട്ടാ ഇതാ സുധീഷ് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ആളാ. ഇവിടെ നിന്ന് ഇയാൾക്ക് പേടിയൊന്നുമില്ലേ? നിധി പറയും, ഇവിടെ എൻ്റെ അച്ഛനും എൻ്റെ ഏട്ടനും ചേച്ചിയും അമ്മയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇയാളെ കയറി പിടിച്ചാൽ തന്നെ ഇയാൾ എന്ത് പറഞ്ഞ് കരയും? അയ്യോ എൻ്റെ ഭർത്താവ് എന്നെ കയറി പിടിച്ചേന്ന് പറഞ്ഞോ? നിധി പറയല്ല, അയ്യോ എന്നെ കൊല്ലാൻ നോക്കുന്നേ. അപ്പം അവർ വാതിലൊക്കെ ചവിട്ടി പൊളിക്കും. അപ്പം ഞാൻ പറയും സുധീഷൻ്റെ കഴുത്തിന് ചേച്ചി കൊല്ലാൻ നോക്കിയെന്ന്. ഇത് കേൾക്കുമ്പോൾ സുധിക്ക് പേടിയാവും. സുധി പറയും, എന്നാലും ഒരു പ്രശ്നമുണ്ടല്ലോ, അവരൊക്കെ കൂടി എന്നെ തല്ലി കൊല്ലാനാക്കും. എന്നിട്ട് ആ കങ്കാരുവിനെ കൊണ്ട് ഇയാളെ പിന്നെയും കല്യാണം കഴിപ്പിക്കും. നിധി പറയും, പോടാ കുരങ്ങ, എനിക്കിപ്പോൾ ഇയാളെ പഴയ പോലെ പേടിയൊന്നുമില്ല. അച്ഛനൊക്കെ ഇയാളോട് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല, ശ്രദ്ധിച്ചോ? സുധി പറയും, പിന്നെ അച്ഛനൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു അച്ഛനും എപ്പോഴും പിറകെ നടന്ന് സൽക്കരിക്കുന്ന ഒരു അളിയനും. ആഹാ, എന്തൊരു ഭാഗ്യമാണ്. ഇതാണോ ഭാര്യ വീട്ടിൽ പരമസുഖം എന്നൊക്കെ പറയുന്നത്? നിധി പറയും, കളിയാക്കൊന്നും വേണ്ട, അവർ ഒരുപാട് സ്നേഹമൊന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിലും ഇയാൾക്ക് കുറച്ച് കളിയാക്കലൊക്കെ കൂടുതലാണ്. സുധി പറയും, ഇയാളൊരു പാവമാണ്. ഇത്രയും സൗകര്യങ്ങളൊക്കെ വിട്ടിട്ടല്ലേ എൻ്റെ വീട്ടിലേക്ക് വന്നത്. നമുക്ക് ആ റൂമിൽ ഒരു AC വെക്കണം, പിന്നെ ഒരു നല്ല ബെഡും. ഇത് കേൾക്കുമ്പോൾ നിധി പറയും, ആദ്യം ആ സുഭാഷ് ഏട്ടനൊന്ന് സഹായിക്കും, ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയാണ് പാവം. അതും പറഞ്ഞ് നിധി ഗുഡ് നൈറ്റും പറഞ്ഞ് ഉറങ്ങുകയാണ്. സുധി നോക്കുമ്പോൾ നിധി അപ്പുറത്തോട്ട് തിരിഞ്ഞ് കിടക്കുകയാണ്. സുധി പറയും, ഇങ്ങോട്ടായിരുന്നെങ്കിൽ മുഖമെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സുധി അപ്പുറത്തോട്ട് തിരിഞ്ഞെടുക്കും. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിധി ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നുണ്ടാവും. സുധി എണീറ്റിരുന്നിട്ട് നിധിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. സുഭാഷും ഹരീഷും ഒക്കെ ഉറങ്ങാൻ നോക്കുകയാണ്. നികേഷാണെങ്കിൽ പുറത്തിരുന്ന് പഠിക്കുകയാണ്. സുഭാഷ് വയ്ക്കും, എടാ രാവിലെ പഠിച്ചാൽ പോരെ? നികേഷ് പറയും, നാളെ പരീക്ഷയുണ്ട്, നിങ്ങൾ കിടന്നോളൂ, ഞാൻ വന്ന് കിടന്നോളാം. സുഭാഷ് വയ്ക്കും, കാപ്പി ഇട്ട് തരട്ടെ? നികേഷ് പറയും, വേണ്ട ഏട്ടാ. ആ സമയത്ത് അച്ഛൻ വീട്ടിലോട്ട് വരികയാണ്. അച്ഛൻ്റെ കയ്യിലൊരു പൊതിയുണ്ടാവും. അച്ഛൻ കട്ടിലിരുന്ന് ഒരു പാട്ടൊക്കെ വയ്ക്കും. ഇത് കേൾക്കുമ്പോൾ നികേഷ് പറയും, ആ സൗണ്ട് ഒന്ന് കുറച്ചുകൂടെ, ഞാനിവിടെ പഠിക്കുന്നത് കണ്ടില്ലേ, നിനക്ക് അകത്തെവിടെയെങ്കിലും പോയി പഠിച്ചൂടെ? നികേഷ് എണീറ്റ് വന്നിട്ട് ആ റേഡിയോ ഓഫ് ചെയ്യാണ്. അച്ഛൻ പക്ഷേ അത് ഓണാക്കാനൊന്നും പോവില്ല. എടാ ഫ്രൈഡ് റൈസ് ഉണ്ട്, വേണോ? നികേഷ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അച്ഛനടുത്ത് കഴിക്കുകയാണ്. എന്നിട്ട് ഒരു ഹാ എന്താ ടേസ്റ്റ്. ആ സമയത്ത് അച്ഛന് തരിപ്പ് പോവും. ചുമച്ച് ശ്വാസം കിട്ടാതെ കളിക്കുമ്പോൾ വെള്ളത്തിന് ആംഗ്യം കാണിക്കും. നികേഷ് ആണെങ്കിൽ പതുക്കെ പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുകൊടുക്കും. അച്ഛനത് കുടിച്ചിട്ട് പറയും, ഈ വെള്ളം എടുക്കാനാണോ നിനക്ക് ഇത്ര സമയം? നിൻ്റെ അടുത്തൊക്കെ എങ്ങനെ ജീവിക്കുക? ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അയാൾ പറയാൻ നിൽക്കുകയാണോ ഇതൊക്കെ ചെയ്യാൻ? നികേഷ് എണീറ്റ് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അച്ഛൻ ചോദിക്കും, എന്താടാ എന്നെ കൊല്ലാൻ വന്നതാണോ? നികേഷ് ചോദിക്കും, എൻ്റെ അമ്മ ഇപ്പോൾ എവിടെയുണ്ട്? ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? അച്ഛൻ പക്ഷേ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കില്ല. നീ പോയി പഠിക്കാൻ നോക്കുമെന്ന് പറയും. രാവിലെ ഹരീഷ് പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ നീതുവിൻ്റെ മെസ്സേജ് വരും. ഹരീഷ് വേഗം മുഖമൊക്കെ കഴുകി അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യാണ്. എത്ര ടൈപ്പ് ചെയ്തിട്ടും ഹരീഷിനും സമാധാനമാവുന്നില്ല. നീതു അപ്പുറത്തുനിന്ന് പറയും, കുറേ നേരമല്ലേ ടൈപ്പ് ചെയ്യുന്നത്, ഒന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. നികേഷ് ഹരീഷിനെ കാണുമ്പോൾ പറയും, എന്തോ ഒരു ഇളക്കം ഉണ്ടല്ലോ. നികേഷ് അകത്ത് പോയി തിരിച്ചു വരുമ്പോഴും ഹരീഷ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ടാവും. നികേഷ് പിറകെ വന്നിട്ട് ചോദിക്കും, എന്താണ് കുറേ നേരമായല്ലോ, ടൈപ്പ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്നു? ഹരീഷ് പറയും, എടാ അതൊരു കസ്റ്റമറാണ്. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് ചായ ആയിട്ട് വരികയാണ്. സുഭാഷ് നികേഷിനോട് പറയും, നീ എന്താടാ ഹരീഷിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? നികേഷ് പറയും, അല്ല സുഭാഷ് ഏട്ടാ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹരീഷ് ഏട്ടാ എപ്പോൾ നോക്കിയാലും മൊബൈലിൽ മെസ്സേജാണ്, ആർക്കാണെന്ന് അറിയില്ല. ഹരീഷ് വേഗം സുഭാഷിനോട് ചോദിക്കും, സുഭാഷ് ഏട്ടാ നമുക്ക് ബാത്റൂമിൻ്റെ പണി തുടങ്ങണ്ടേ? സുഭാഷ് പറയും, ഇപ്പോൾ പണിക്കാരൊന്നും കിട്ടാനില്ലടാ. ആ സമയത്ത് ഹരീഷിനെ നീതു ഫോൺ വിളിക്കുകയാണ്. ഹരീഷ് അത് കാണുമ്പോൾ തന്നെ ടെൻഷനാവും. ഒരു കസ്റ്റമർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഹരീഷ് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. കോൾ എടുത്ത് കഴിയുമ്പോൾ നീതു വയ്ക്കും, എന്താ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, കുറേ നേരമായല്ലോ ടൈപ്പ് ചെയ്യുന്നു. ഹരീഷ് പറയും, ഗുഡ് മോർണിംഗ് അയച്ചതാ, പക്ഷേ അതിൻ്റെ കൂടെ എന്താ അയക്കേണ്ടതെന്ന് അറിയില്ല. അവരൊക്കെ ഫോൺ വിളിക്കുന്നത് ശ്രദ്ധിക്കുന്ന പോലെ തോന്നുമ്പോൾ ഹരീഷ് വേഗം കോള് കട്ട് ചെയ്യും. നികേഷ് സുഭാഷിനോട് പറയും, ഈ വണ്ടിയൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. സുഭാഷ് പറയും, പോട്ടടാ, അവനിങ്ങനെ ചിരിച്ചു കാണുന്നത് ഒരു സന്തോഷമാണ്. നിനക്ക് എക്സാം ഇല്ലേ? നികേഷ് പറയാം, ആ ഉണ്ട്. നിധിയുടെ അച്ഛൻ അരുണിനോട് പറയും, അവനെ ഇന്നലെ പുറത്ത് തന്നെ കിടത്തണമായിരുന്നു. അവൻ ഇതുവരെ റൂമിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അവൻ്റെ പള്ളിയുറക്കം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് അമ്മ ചായ ആയിട്ട് വരികയാണ്. നിധി വന്നിട്ട് അച്ഛനോട് ഗുഡ് മോർണിംഗ് പറയും. അച്ഛനും തിരിച്ച് നിധിയോട് ഗുഡ് മോർണിംഗ് മോളെ എന്ന് പറയും.